എല്ലാവർക്കും PSC ഇൻഫിനിറ്റ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ പ്രൊവിഷണൽ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്തു നിന്നും നീക്കം ചെയ്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി, ബംഗ്ലാദേശ്. രണ്ടാമത്തെ ചോദ്യം: ചീനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി, ആസ്ടെക് സംസ്കാരം. മൂന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ, 1663 കൊച്ചി പിടിച്ചെടുത്തു. നാലാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് എ വിഭാഗത്തിന് അനുയോജ്യമായവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ശരിയുത്തരം എഴുതുക. ശരിയുത്തരം ഓപ്ഷൻ ഡി. അഞ്ചാമത്തെ ചോദ്യം: 1857 കലാപത്തിൽ ആരയിൽ നേതൃത്വം നൽകിയ നേതാവാരാണ്? ഓപ്ഷൻ സി, കൻവർ സിംഗ്. ആറാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക. ശരിയുത്തരം ഓപ്ഷൻ എ, BDAC. ഏഴാമത്തെ ചോദ്യം: നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ, ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികൾ ആകുന്നു. എട്ടാമത്തെ ചോദ്യം: സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികളാണ്? ഓപ്ഷൻ എ. ശരിയുത്തരം ഓപ്ഷൻ എ, രവി, ബിയാസ്, സത്ലജ്. ഒമ്പതാമത്തെ ചോദ്യം: അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി, ഓരോ 165 ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. പത്താമത്തെ ചോദ്യം: നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ, ഭൂമധ്യരേഖാ കാലാവസ്ഥാ പ്രദേശം. 11ാമത്തെ ചോദ്യം: ധുവാന്തർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? ശരിയുത്തരം ഓപ്ഷൻ ബി, നർമ്മദ. 12ാമത്തെ ചോദ്യം: ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ഡി, സെറ്റ്സെ ഫ്ലൈ. 13ാമത്തെ ചോദ്യം: അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയുത്തരം ഓപ്ഷൻ ബി, കാപ്പി. 14ാമത്തെ ചോദ്യം: പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തതേത്? ശരിയുത്തരം ഓപ്ഷൻ സി, പെട്രോളിയം. 15ാമത്തെ ചോദ്യം: ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ, ഡാവോസ്. 16ാമത്തെ ചോദ്യം: പേയ്മെൻറ്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതെല്ലാം? ശരിയുത്തരം ഓപ്ഷൻ ഡി, 1, 4 ശരിയാണ്. 17ാമത്തെ ചോദ്യം: ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി, 8ാം പഞ്ചവത്സര പദ്ധതി. 18ാമത്തെ ചോദ്യം: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാമാണ്? ശരിയുത്തരം ഓപ്ഷൻ സി, സാരഥി, പ്രവാഹ്. 19ാമത്തെ ചോദ്യം: അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണ്? ശരിയുത്തരം ഓപ്ഷൻ ഡി, ഡ്രാഗൺ. 20ാമത്തെ ചോദ്യം: ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? ശരിയുത്തരം ഓപ്ഷൻ ബി, പനമ്പിള്ളി ഗോവിന്ദമേനോൻ. 21ാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി,
എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ശരിയുത്തരം ഓപ്ഷൻ എ, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന്. 22ാമത്തെ ചോദ്യം. തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിര താമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? ശരിയുത്തരം ഓപ്ഷൻ ബി, 5 വർഷം. 23ാമത്തെ ചോദ്യം. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ശരിയുത്തരം ഓപ്ഷൻ ഡി, 52ാം ഭേദഗതി. 24ാമത്തെ ചോദ്യം. 24ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി, കാർഷിക വരുമാന നികുതി. 25ാമത്തെ ചോദ്യം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ സി, ഗുജറാത്ത്. 26. ക്രമത്തിലെഴുതുക. ശരിയുത്തരം ഓപ്ഷൻ എ. 27ാമത്തെ ചോദ്യം. എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ, നേർവഴി. 28ാമത്തെ ചോദ്യം. ലോക അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽ പെടുന്ന കോടതിയാണ്? ഓപ്ഷൻ ബി, മുൻസിഫ് കോടതി. 29ാമത്തെ ചോദ്യം. ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് ആരാണ്? ഓപ്ഷൻ എ, അർബൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. 30ാമത്തെ ചോദ്യം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയ കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി, പത്തനംതിട്ട, തൃശ്ശൂർ. 31ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? ശരിയുത്തരം ഓപ്ഷൻ ഡി, എ കെ ആന്റണി. 32ാമത്തെ ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ്? ഓപ്ഷൻ എ, ഷാജഹാൻ. 33ാമത്തെ ചോദ്യം. എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ഓപ്ഷൻ എ, ആനയറ. കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി, മെഡിക്കൽ കോളേജുകൾ. 35ാമത്തെ ചോദ്യം. ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ്? ഓപ്ഷൻ ഡി, ഷഡ്പദങ്ങൾ. 36ാമത്തെ ചോദ്യം. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, ക്യാൻസർ ബോധവൽക്കരണം. 37ാമത്തെ ചോദ്യം. പെല്ലഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? ഓപ്ഷൻ എ, വിറ്റാമിൻ B3. 38ാമത്തെ ചോദ്യം. കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം ഏതാണ്? ഓപ്ഷൻ എ, മൈറ്റോകോൺട്രിയ. 39ാമത്തെ ചോദ്യം. എംഫിസീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്താണ്? ഓപ്ഷൻ സി, സിഗരറ്റ് സ്മോക്കിംഗ്. 40ാമത്തെ ചോദ്യം. AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി, A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. 41ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി, 1, 3 ശരിയാണ്. പരിണത ബലം 0 ഗ്രാഫ് ഏതാണ്? ഓപ്ഷൻ എ. 43ാമത്തെ ചോദ്യം. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? ഓപ്ഷൻ സി, ശബ്ദതരംഗം. 44. ഘർഷണമില്ലാത്ത
ഇല്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ്? ഓപ്ഷൻ ഡി 1 m/s². 45-ാമത്തെ ചോദ്യം. സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഓപ്ഷൻ സി ആദിത്യ L1. 46-ാമത്തെ ചോദ്യം. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? ഓപ്ഷൻ ഡി മാൽവെയർ. 47-ാമത്തെ ചോദ്യം. ഒരു ആറ്റത്തിൻ്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ ഏതാണ്? ഓപ്ഷൻ സി 16. 48-ാമത്തെ ചോദ്യം. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ 300 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള മർദ്ദം 1.3 atm ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 ലിറ്റർ ആണ്. താപത്തിൽ വ്യത്യാസം ഇല്ലാതെ ഈ വാതകത്തിൻ്റെ വ്യാപ്തം 2.6 ലിറ്റർ ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ്? ഓപ്ഷൻ ബി 5 atm. 49-ാമത്തെ ചോദ്യം. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിന് അതിൻ്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏതു മാർഗം ഉപയോഗിക്കാം? ഓപ്ഷൻ എ കാന്തിക വിഭജനം. 50-ാമത്തെ ചോദ്യം. കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? ഓപ്ഷൻ എ ഇൽമനൈറ്റ്. 51-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ സി കാൽസ്യം കാർബൈഡ്. 52-ാമത്തെ ചോദ്യം. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി മുരളി ചീരോത്ത്. 53-ാമത്തെ ചോദ്യം. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര്? ശരിയുത്തരം ഓപ്ഷൻ എ നവദീപ് സിംഗ്. 54-ാമത്തെ ചോദ്യം. ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി തകഴി ശിവശങ്കരപ്പിള്ള 1984. 55-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്തെഴുതുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2ഉം 4ഉം. 56-ാമത്തെ ചോദ്യം. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി ഇല്ലിക്കുന്ന്. 57-ാമത്തെ ചോദ്യം. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ? ഓപ്ഷൻ സി 1ഉം 3ഉം. 58-ാമത്തെ ചോദ്യം. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ഓപ്ഷൻ ബി പി സതീദേവി. 59-ാമത്തെ ചോദ്യം. ഇ ഗവേണൻസ് എന്നാൽ എന്താണ്? ഓപ്ഷൻ ഡി സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. 60-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി പ്രിൻ്റർ. 61-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലാൻഡിൻ്റെ നിർവചനം? ശരിയുത്തരം ഓപ്ഷൻ ബി ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ, ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ്, കമ്പ്യൂട്ടറുകളുടെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയ. 62-ാമത്തെ ചോദ്യം. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാകുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ശരിയുത്തരം ഓപ്ഷൻ സി ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണും. 63-ാമത്തെ ചോദ്യം.
ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വില്ലോ. 64-ാമത്തെ ചോദ്യം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. 65-ാമത്തെ ചോദ്യം. പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ സെക്ഷൻ 22. 66-ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏതു രാജ്യമാണ്? ഓപ്ഷൻ സി സ്വീഡൻ. 67-ാമത്തെ ചോദ്യം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം MWP ആക്ട് പ്രകാരം വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത്? ഓപ്ഷൻ എ അധ്യായം 3. 68-ാമത്തെ ചോദ്യം. 2025 കബഡി ലോകകപ്പ് വേദി ഏതാണ്? ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്. 69-ാമത്തെ ചോദ്യം. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ഓപ്ഷൻ ഡി ബാനു മുഷ്താഖ്. 70-ാമത്തെ ചോദ്യം. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആരാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരി. 71 ഡി. 72 ബി. 73 ബി. 74 ബി 20 ദിവസം. 75 എ 6 സെൻറ്റിമീറ്റർ. 76 ഓപ്ഷൻ സി 36. 77 ഡി 120. 78 ബി. 79 സി. 80 ഡി 29. അടുത്തതായി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. 81 ശരി ഉത്തരം എ ഫ്ലൈറ്റ്. 82 ഓപ്ഷൻ എ. 83 ഓപ്ഷൻ ബി. 84 ഓപ്ഷൻ സി. 85 ഓപ്ഷൻ ഡി. 86 ഓപ്ഷൻ എ. 87 ഓപ്ഷൻ സി ആർഗ്യുമെൻറ്റ്. 88 ഓപ്ഷൻ സി. 89 ഓപ്ഷൻ ഡി ഹാഡ് ഫിനിഷ്ഡ്. 90 ഓപ്ഷൻ ബി. ഇനി അടുത്തതായിട്ട് മലയാളം നോക്കാം. 91-ാമത്തെ ചോദ്യം. അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏത്? ശരി ഉത്തരം ഓപ്ഷൻ സി എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട. 92-ാമത്തെ ചോദ്യം. വചനപ്രത്യയം ഇല്ലാത്ത വരി ഏതാണ്? ഓപ്ഷൻ ഡി കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലരു വിസ്തൃതമാകും ഇപ്പോൾ. 93-ാമത്തെ ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ എ. 94 കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിന് പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക് ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി പ്രേഷകൻ. 95-ാമത്തെ ചോദ്യം. പിരിച്ചെഴുതുക ശരിയായതേത്? ശരിയുത്തരം കൺ പ്ലസ് നീർ കണ്ണീർ. 96-ാമത്തെ ചോദ്യം. ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1ഉം 4ഉം. 97-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏവ? ഓപ്ഷൻ സി 2ഉം 3ഉം. 98-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളതിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏവ? ഓപ്ഷൻ സി ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും. 99-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിൻ്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ? ശരിയുത്തരം ഓപ്ഷൻ ഡി സഹോദരിയുടെ മകൻ. 100-ാമത്തെ ചോദ്യം. വ്യത്യസ്തമായ സമാസം ഉള്ള പദം ഏതാണ്? ശരിയുത്തരം
ഓപ്ഷൻ എ മരപ്പൊടി. ഈ പരീക്ഷയിൽ ഞാൻ ചെയ്ത വീഡിയോയിൽ നിന്നും 3 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.